പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. കുറെ വ്ളോഗേഴ്സ് ഉണ്ടല്ലോ, അവന്മാരെല്ലാം എനിക്കെതിരായിട്ട് കുറെ ആരോപണം, കുറെ അമ്മച്ചിമാരുടെ വോയിസ് ഒക്കെ എടുത്തിട്ട് സത്യമായിട്ട് നിങ്ങളതൊന്നും കേട്ടില്ല, ഞാനതൊന്നും കേൾക്കത്തില്ല. എൻ്റെ അടുത്ത് വീട്ടിലിങ്ങനെ പറയുന്ന മക്കളെ രേണു സുധി ഇപ്പൊ അടങ്ങിയിരിക്കുന്ന എന്തിനാന്ന് ചെയ്ത് എവിടം വരെ പോകും നോക്കട്ടെ. നിന്റെയൊക്കെ ആരോപണങ്ങളും നിന്റെയൊക്കെ എന്തിലും വീഴുന്ന ഒരാളല്ല രേണുസുധി. രേണുസുധിയെ നിങ്ങളാരും പഠിച്ചിട്ടില്ല. രേണുസുധിയെ അറിയാവുന്നവർക്കറിയാം. ഈ ആരോപണങ്ങളും ഈ നെഗറ്റീവ്സും ഒക്കെ രേണുസുധിക്ക് വെറും എന്താ പറയാ, എന്താടി ഓരോ പൂച്ചെണ്ടുകളായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. തനിക്ക് വരുന്ന നെഗറ്റീവ് കമൻസിനും മോശമായ ട്രോളുകൾക്കെല്ലാം തന്നെ ശക്തമായി തിരിച്ചടിച്ചു വന്നിരുന്ന രേണുസുധിയെയല്ല ഇപ്പോൾ കാണാൻ കഴിയുന്നത്. തന്നെ വിമർശിക്കുന്നവർക്കെല്ലാം തന്നെ ചിരിച്ചുകൊണ്ട് നല്ല തക്കതായ മറുപടിയാണ് ഇപ്പോൾ രേണുസുധി പറയുന്നത്. എന്തായാലും തൻ്റെ അഭിനയ രംഗത്ത് മികച്ച പ്രകടനം തന്നെയാണ് രേണുസുധി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മെച്ചമുണ്ട് എന്നെല്ലാം തന്നെയാണ് രേണുവിനെ ആദ്യം കുറ്റം പറയുന്നവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.